ഇന്ന് ഉച്ചയോടുകൂടിയാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ 4 ആർമി ഉദ്യോഗസ്ഥർ പേയാട് ഉള്ള കാവടിക്കടവിൽ കുളിക്കാനായിട്ട് എത്തിയത്. ശക്തമായിട്ടുള്ള മഴയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു പ്രദേശത്ത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ കാലമായി ഒരു അപകടകയമായിട്ടുള്ള ഒരു കടവ് കൂടിയാണ് ഈ കാവടിക്കടവ്. ഇവിടെ ഒരുപക്ഷെ അവർക്ക് അറിയാത്തതായിരിക്കാം, അവരിവിടെ കുളിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴായിരുന്നു ഈ ഒഴുക്കിൽ പെട്ടുപോയി എന്നുള്ള വിവരം നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചത്. നിലവിൽ ആദ്യഘട്ടത്തിൽ തന്നെ 3 ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനായിട്ട് പ്രദേശവാസിയായിട്ടുള്ള രതീഷിന് സാധിച്ചു. പക്ഷേ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സുജിത്തിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഏറെ ഒരു രക്ഷാദൗത്യം വളരെ ഒരു പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ നിലവിലുള്ള ഈ മഴയും ഒഴുക്കും കാരണമാണ് ഇപ്പോൾ ഈ സുജിത്തിനെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ സ്കൂബ ഇപ്പോൾ അടക്കമുള്ള ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരടക്കം പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. വിളപ്പിൽശാല പോലീസും ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. 1.5 മണിക്കൂർ ആയിരിക്കുകയാണ് ഇപ്പോൾ ഈ സുജിത്തിനെ കാണാതായിട്ട്. ഇതിൽ അഭിജിത്ത്, അതുപോലെ തന്നെ ബ്രിട്ടോ, ശ്രേയേഷ് അടക്കമുള്ള 3 ഉദ്യോഗസ്ഥരെ ആദ്യഘട്ടത്തിൽ പ്രദേശവാസിയായിട്ടുള്ള രതീഷ് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇവരുടെ നിലവിളി കേട്ടാണ് രതീഷ് അടക്കമുള്ള സുഹൃത്തുക്കൾ ഇവിടെ ഓടിയെത്തുകയും പിന്നാലെ ഇവരെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ പിന്നീട് ശക്തമായിട്ടുള്ള ഒഴുക്കിൽ സുജിത്ത് എങ്ങോട്ടാണ് ഒഴുകിപ്പോയതെന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. പിന്നാലെ ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ സ്കൂബ ടീം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒഴുക്ക് വളരെ ഭീകരമാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ എന്തായാലും ഉണ്ട്. പക്ഷേ ഈ 4 ഉദ്യോഗസ്ഥരും ഇതിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇതിന് ഈ ഒരു അപകടകയമാണെന്നുള്ള മുന്നറിയിപ്പ് ബോർഡൊക്കെ ഇതിന് മുകളിൽ നാട്ടുകാർ തന്നെ എഴുതി വച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പങ്കുവെക്കുന്നത്. എന്തായാലും കോഴിക്കോടുള്ള ഈ സുജിത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.